അത്തിയെ ശപിച്ച ഭാഗം നമ്മളെല്ലാം വായിക്കുമ്പോൾ ഒരുപാട് നിലയിൽ അതിനെ വ്യാഖ്യാനിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആംഗിളുകളിൽ അതിനെ പരിഗണിച്ച് കണ്ടിട്ടുണ്ട്. ചിലത് പറയുന്നത് കപടഭക്തിക്കാരെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞാൽ, ഇല എന്ന് പറഞ്ഞാൽ ഫലമുണ്ട് എന്ന് കാണിക്കുന്നു, പക്ഷേ അടുത്ത് വരുമ്പം ഫലമില്ല. അങ്ങനെയൊക്കെയാണ് അതങ്ങനെ വ്യാഖ്യാനിച്ചാൽ, പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്ന പോലെ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ തെറ്റൊന്നുമില്ല. പക്ഷേ എനിക്കവിടെ മനസ്സിലായത്, യേശു ഈ അത്തിയെ ശപിച്ചു കഴിഞ്ഞ് എന്താ പഠിപ്പിക്കാൻ ശ്രമിച്ചേ? എവിടെ കപടഭക്തിക്കാരനായ അത്തിയെ കണ്ടാൽ ഒന്നും നോക്കണ്ട, ഉണക്കിയേക്കണമെന്നാണ്. യേശു ഒരു സന്ദർഭത്തിൽ എന്താ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലല്ലേ എന്തിനാണത് പറഞ്ഞതെന്ന് നമുക്ക് പിടികിട്ടുള്ളൂ. അപ്പൊ ഈ അത്തിയെ ശപിച്ച യേശു അത്തിയെ ശപിച്ചു കഴിഞ്ഞ് പറയുക, ഇതുപോലെ നീ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ. ഹല്ലേലൂയ. നിങ്ങൾ അറിയാതെ പറയുന്ന വാക്കുകൾ പോലും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് മറന്നു പോകരുത്. പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ വചനം പറ, പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് പറ. ബൈബിൾ പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു. നിങ്ങൾ കാണുന്നത് പറയരുത്, വിശ്വസിക്കുന്നത് പറയണം.